നമസ്കാരം. ബബ്ബ എന്ന സിനിമയുടെ ഹൈപ്പ് അങ്ങനെ ഏറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആദ്യ പ്രദർശനത്തിന്. നാളെയാണ് റിലീസ്. നാളെ രാവിലെ 8 മണിക്കാണ് ഫാൻ ഷോ. അങ്ങനെ നിൽക്കുമ്പോൾ പോലും ചില സർപ്രൈസിംഗ് ആയിട്ടുള്ള എലമെൻസുകളൊക്കെ പുറത്തു വരികയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എന്തായാലും കഴിഞ്ഞ ദിവസം ബബ്ബ ടീം പുറത്തുവിട്ടത് ഫൈനൽ മിക്സിംഗ് അങ്ങനെ പൂർത്തിയായി. ഗോപി സുന്ദറിനൊപ്പം സംവിധായകനായ ധനഞ്ജയ് ശങ്കറും ഏകദേശമുള്ള ടീം ക്രൂവിനും ഒക്കെ നമുക്ക് കാണാം. അവർ ബബ്ബയുടെ മുന്നിൽ, ടൈറ്റിലിന് മുന്നിലായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ചടങ്ങാണ്. സാധാരണയായിട്ട് പല സിനിമകൾ കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ച് വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ കഴിയുമ്പോഴേക്കും ഇങ്ങനെ അവർ നിരന്ന് നിൽക്കാറുണ്ട്. ഒരു ഹൈപ്പ്, ലാസ്റ്റ് മിനിറ്റ് ഹൈപ്പ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അവർ ലാസ്റ്റ് മിനിറ്റ് ഹൈപ്പായിട്ട് റിലീസ് ചെയ്യാൻ വിചാരിച്ചിരുന്ന ആ പാട്ട്, അഴിഞ്ഞാട്ടം എന്ന ഗാനം, അവർക്ക് തിരിച്ച് ബാക്ക് ഫയർ ആണ് ചെയ്തത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെയധികം നെഗറ്റിവിറ്റി തന്നെയാണ് ആ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്നത്. അത് ഈ നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടോ ദിലീപിൻ്റെ വിഷയം കൊണ്ട് മാത്രമല്ല, ആ പാട്ടിൽ ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഷാൻ റഹ്മാൻ ആണ് ആ പാട്ടിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, വിനായക് ശശികുമാറാണ് അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും പ്രേക്ഷകർക്ക് വർക്കായില്ല, ഇത് രണ്ടും അങ്ങോട്ട് ശരിയായില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേയാണ് അവിടെയാണ് ഇപ്പോൾ ഒരു ചെറിയൊരു റിപ്പോർട്ട് കിട്ടുന്നത്. ഇത് കൺഫർമേഷൻ അല്ല, പക്ഷേ ഇതൊരു റിപ്പോർട്ടായിട്ട് വളരെയധികം കറങ്ങി കിടക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് ബസ് എന്ന് പറയുന്നത് സോന എന്ന പാട്ട്, അതായത് ബെൻ ജോൺസൺ എന്ന സിനിമയിൽ ദീപക് ദേവ് സംഗീത സംവിധാനം ചെയ്ത സോന നീ ഒന്നാം നമ്പർ എന്ന ഗാനം ഈ ചിത്രത്തിനകത്ത്, ബബ്ബ എന്ന ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു. അതിനെപ്പറ്റിയുള്ള കുറേ ടോക്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ സിനിമയുടെ DOP ആയ ആർമോയോട് അഭിമുഖം ചെയ്ത സമയത്ത് പോലും അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിക്കുന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല, നിങ്ങളത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യൂ. ഒരു റെട്രോ പാട്ട് ഇതിനകത്തുണ്ട് എന്നത് അദ്ദേഹം കൺഫേം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ പാട്ടാണോ എന്നുള്ളത് അദ്ദേഹം പറയുന്നില്ല. അപ്പം തൊട്ടും തൊഴാതെയുമാണ് അദ്ദേഹം അതിൽ മറുപടി കൊടുത്തത്. അപ്പോഴദ്ദേഹം തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഈ ഒരു ബസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ റിപ്പോർട്ട് വരുന്നത്, കലാഭവൻ ഈ സിനിമയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ ഞെട്ടരുത്, AI വഴി കലാഭവൻ മണിയെ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം നിൽക്കുകയാണ്. ഈ റിപ്പോർട്ട് വന്ന പാടെ സോഷ്യൽ മീഡിയ സ്റ്റോമാണ്. അതായത് ഭയങ്കരമായി വൈറലാവുന്നു, ഈ പോസ്റ്റുകൾ ഭയങ്കരമായിട്ട് വൈറലാവുന്നു, കലാഭവൻ മണിയുടെ ചിത്രങ്ങൾ ഭയങ്കരമായിട്ട് വൈറലാവുന്നു. ഇത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അതായത് ബബ്ബ എന്ന ദിലീപ് ചിത്രത്തിൽ കലാഭവൻ മണിയുടെ ക്യാമിയോ വേഷം, ഒരു AI ക്യാമിയോ വേഷം ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇതെങ്ങനെയാണ് തിയേറ്ററിൽ വർക്കാവുന്നത്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഇതെങ്ങനെയായിരിക്കും വർക്കാവുക എന്നുള്ളതും അറിയില്ല. പക്ഷെ നമുക്കൊക്കെ ഓർമ്മ വരുന്ന ഒരു 100,000 മെമ്മറീസ് ഉണ്ടല്ലേ, വെട്ടമായിട്ട് കുബേരനായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ദിലീപ് മായപ്പൊന്മാൻ ആയിക്കോട്ടെ, ദിലീപ് കലാഭവൻ മണി കോമ്പിനേഷനിൽ വന്ന എത്രയോ സിനിമകൾ പെട്ടെന്നൊരു ഫ്ലാഷിൽ നമ്മുടെ മുന്നിൽ കൂടെ പോയി ഇപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ന് എനിക്കറിയില്ല. അത്രയധികം സിനിമകൾ ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ സിനിമകളിലൊക്കെ തന്നെ കോമ്പിനേഷൻ രംഗങ്ങൾ വീണ്ടും ആവർത്തിച്ച് കണ്ടവരാണ് മലയാളി പ്രേക്ഷകരെന്ന് പറയാം. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അണ്ണനും അവനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരു 1.5 കാലമായിരുന്നു എന്നൊക്കെ ഈ ബബ്ബയുടെ ട്രെയിലറിൽ മോഹൻലാലും ദിലീപിനും വെച്ച് പറയുന്നുണ്ട്. പക്ഷേ ദിലീപും കലാഭവൻ മണിയും ഒന്നിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊന്ന് ഒരു 1.5 കാലമായിരുന്നു. ഇപ്പോൾ മിമിക്രി കാലം തൊട്ട് അല്ലെങ്കിൽ സിനിമാ കാലം തൊട്ട് തന്നെ നമ്മൾ ഇരുവരും തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും അത്രമാത്രം ഉണ്ട്. നമുക്ക് ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ സിനിമകൾ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണാൻ ഇഷ്ടമാണ്. ഒരുപാട് രംഗങ്ങൾ, സിനിമകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഇപ്പോൾ കുബേരനും വെട്ടവും തന്നെയാണ് മെയിൻലി പലർക്കും ഓർമ്മ വരുന്നത്. ആ ഒരു 2 കാര്യങ്ങൾ പലർക്കും പെട്ടെന്ന് അങ്ങ് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ടെന്നാണ്. പക്ഷേ ഇത് ശരിയാവുകയാണെങ്കിൽ, ഈ റൂമർ ശരിയാവുകയാണെങ്കിൽ, അതൊരു വല്ലാത്ത റൂമറായിരിക്കും. അത് ശരിയാവുകയാണെങ്കിൽ അതൊരു അതിഗംഭീര റൂമർ ആവാനും അത് വർക്കൗട്ട് ആവാനും സാധ്യതയുണ്ട്. പക്ഷേ അത് ചുമ്മാ അങ്ങ് തള്ളിക്കളയുന്നില്ല. ഒരുപാട് സർപ്രൈസുകൾ ഈ സിനിമയിലുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പലരും ആ ഹൈപ്പിൽ നിൽക്കുകയാണ്. ആ പാട്ട് വന്നതിന് ശേഷം ഒരു ഹൈപ്പ് ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞെങ്കിൽ പോലും ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊരു വലിയ ബ്രഹ്മാണ്ഡ ഹൈപ്പായിട്ട് നിൽക്കുക എന്ന് പറയുന്ന പരിപാടി മാത്രമല്ല, ഇതിനകത്ത് ഉപയോഗിക്കുന്ന പാട്ടുകളാവട്ടെ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയായിരിക്കും വർക്കാവുക, ഇതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക തുടങ്ങി നിരവധി ചോദ്യങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ബട്ട് ഇത് ഇഫ് ഇറ്റ്സ് ട്രൂ, അതായത് കലാഭവൻ മണി ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ അതൊരു 1.5 പൊളിയായിരിക്കും. ഒരു AI വേർഷനാണെങ്കിൽ AI വേർഷൻ. കാരണം എത്രയോ നാളുകളെ അദ്ദേഹം 2016 മാർച്ച് 6-ാം തീയതിയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതിനുശേഷം തൊട്ട് നാളെ ഇതുവരെ ഏകദേശം 9 വർഷം കഴിഞ്ഞ് 10 വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം, അല്ലെങ്കിൽ ആ പ്രസൻസിനെ ഫില്ല് ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതിപ്പോൾ സ്റ്റേജിലായാലും സിനിമയിലായാലും ഇതുവരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് ഫില്ല് ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒറ്റ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളോളം എത്താൻ, അദ്ദേഹം
സ്റ്റേജിനുണ്ടാക്കിയ ഓളം, അദ്ദേഹം ചെയ്ത മിമിക്രി. ഇപ്പോൾ സമ്മർ ഇൻ ബെത്ലഹേം പോലും പലരും റീമാസ്റ്റേഡ് വേർഷൻ കാണാൻ പോയത് പോലും മോനായിയെ കാണാൻ വേണ്ടിയിട്ടാണ്. പലരും ലാലേട്ടനും സുരേഷ് ഗോപിയും ജയറാമിനും വേണ്ടി പോകുമ്പോൾ മോനായി ഫാൻ ബേസ് ഉണ്ട്. അത് ആ കലാപമാണ് സൃഷ്ടിച്ച ഫാൻ ബേസാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ആ റോള് കാണാൻ വേണ്ടിയിട്ട് മാത്രം തിയേറ്ററിൽ പോയി എത്രയോ പേര് എനിക്ക് പേഴ്സണലി അറിയാം. അങ്ങനെ ഈ കലാപമണി എന്ന വ്യക്തി ചോട്ടാ മുംബൈ സമയത്ത് റിലീസ് സമയത്ത് നടേശൻ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാത്ത ഒറ്റ ആളില്ലായിരുന്നു. എല്ലാവരും ഒരേ മനസ്സോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് നടേശന് സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിക്കുന്ന കലാഭവമണി AI രൂപേണ ഈ സിനിമയിലുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അറിയില്ല. ഇത് ഭയങ്കരമായിട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സ്റ്റോമായിരുന്നു. കാരണം ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഈ പാട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പാട്ട് നമ്മൾ മലയാളികളാരും മറക്കൂല. ആ പാട്ട് കലാഭവമണി ഡാൻസ് ചെയ്തത് ഉൾപ്പെടെ നമ്മുടെ ഓർമ്മയിൽ സ്വാഭാവികമായിട്ടും വരും ഈ പാട്ട് ഈ പടത്തിലുണ്ടെങ്കിൽ. അതിനിടയിലാണ് ഇപ്പോൾ കലാഭവമണിയുടെ AI വേർഷൻ ഈ പാട്ടിലുണ്ടോ അല്ലെങ്കിൽ ഈ പടത്തിലുണ്ടോ എന്നുള്ള ചോദ്യം കൂടി വരുന്നത്. കുറേ അധികം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ സ്വാഭാവികമായിട്ടുണ്ട്. ദിലീപിനൊപ്പം മുൻപ് കോമ്പിനേഷൻ ചെയ്ത സലീം കുമാർ ആവട്ടെ, മണിയമ്പള രാജചേട്ടൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അശോകൻ ആയിക്കോട്ടെ, ദേവൻ, അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ കലാഭവമണി കൂടെ വന്നാൽ അതിനകത്ത് ഞെട്ടാനൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് പോലും മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല ഹൈപ്പ് നിൽക്കുകയാണ്. അവർ തന്നെ ആ പാട്ടിൽ എഴുതിയ പോലെ ഹൈപ്പ് കയറി എങ്ങോട്ടിത് എന്നുള്ള രീതിയിലൊരു ചോദ്യമുണ്ട്. ഹൈപ്പ് ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. ഇത് ബാക്ക് ഫയർ ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം. പക്ഷേ ഇങ്ങനെ റിപ്പോർട്ട് കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്തായിരിക്കും ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ധാരണകൾ എന്നുള്ളത് നോക്കാം.